അവസാന പ്രോസസ്സിങ് വേണ്ട. ഞാനിപ്പോൾ നിൽക്കുന്ന അമ്പലത്തറ നമ്മുടെ മിൽമയുടെ പ്ലാന്റിലാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വീഡിയോ കാണുന്ന പുള്ളിക്കാരനാണ്. പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇതുപോലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഒന്ന് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് വന്നപ്പോഴത്തേനും ഭയങ്കര തിരക്ക് കേട്ടോ. എല്ലാ സ്കൂളിലെയും കുട്ടികളെ സത്യം പറഞ്ഞാൽ നമ്മൾ അത് ടീച്ചർമാരെയൊക്കെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ പാലിൻ്റെ ഒരു സംഭരണം എങ്ങനെയാണ്, അതിൻ്റെ ബിസിനസ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യമായിട്ട് കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരുപാട് ടീച്ചേഴ്സ് കുട്ടികളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഒരു 10,000 കുട്ടികളാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം കുറേ പേര് അകത്തുണ്ട്, കുറച്ച് പേര് പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. ദേശീയ ക്ഷീരദിനാഘോഷത്തിൻ്റെ ഭാഗമായി നവംബർ 24-25 തീയതികളിൽ തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ മിൽമ ഡയറി സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് ഒരു അവസരമൊരുക്കിയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതറിഞ്ഞിട്ടില്ലായിരുന്നു. അവസാന ദിവസമായ നവംബർ 25-നാണ് ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ പോയത്. അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ വീഡിയോ കവർ ചെയ്യാൻ ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ പറ്റാത്തവർക്കും എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ ഈ മിൽമ പാൽ എത്തുന്നതെന്നും കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി എല്ലാവരും കാണണം കേട്ടോ. കുട്ടികളുടെ കൂടെയാണ് കയറുന്നത് കേട്ടോ. കാരണം കുട്ടികളായി ഞങ്ങൾ കുറച്ച് നേരത്തേന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ പാല് ശേഖരിച്ച് പാസ്ചറൈസ് ചെയ്ത് മനുഷ്യ ശരീരത്തിന് ദോഷകരമാകുന്ന അണുക്കളെ പൂർണ്ണമായും നീക്കം ചെയ്ത് പാലിനെ നല്ലപോലെ അണുവിമുക്തമാക്കി എടുക്കുന്ന മെഷീൻസാണ് നമ്മൾ ഈ കാണുന്നത്. കപ്പാസിറ്റി 10 കിലോവാട്ട്. ഹോം ജനറൈസേഷൻ പാലിൻ്റെ ഈ കാണുന്നത് പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ക്രീമാണ്. ഇതാണ് ഐസ്ക്രീമിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് അവസാന പ്രോസസ്സിങ് വേണ്ട. അങ്ങനെ ഓരോ പാക്കറ്റ് പാലും ഇതുവഴി പാക്ക് ചെയ്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് ബോക്സിലോട്ട് അടുക്കി ചെയിൻ മാർഗം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഇതിനകത്ത് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടുള്ള വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് യൂണിറ്റുകളുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇനിയും മാക്സിമം നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ സെക്ഷൻ വീഡിയോ നേരെ കണ്ടു കഴിഞ്ഞാൽ ആ പാക്കിങ് എങ്ങനെയാണ് അതിലൂടെ പാല് പാക്ക് ചെയ്ത് ഇത്രയും ക്ലിയർ ആയിട്ട് പൊട്ടാത്ത രീതിക്ക് വരുന്നതെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ മെഷീനറീസൊക്കെ അത്രയും നല്ല മെഷീനറീസാണ്. അത് നിൽക്കാൻ പോലും ഗ്യാപ്പില്ലാതെ അവരെ സ്റ്റാഫുകൾ നിൽക്കുകയാണ്. അത്രയും തിരക്കാണ്. ഫാസ്റ്റായിട്ട് നിന്നെങ്കിൽ മാത്രമേ, കള്ളപ്പണിയൊന്നും ഇവിടെ നടക്കത്തില്ല. അത്രയും ഫാസ്റ്റായിട്ട് നിന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അവർക്ക് നമ്മളാരെ ശ്രദ്ധിക്കാൻ പോലും ഉള്ള ഒരു ടൈമില്ല.
അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ പാക്കിംഗ് ആണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് ബോട്ടിൽ പാക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മാക്സിമം നമ്മൾ പാലിന് ആവശ്യമായിട്ടുള്ള തണുപ്പും കോൾഡ് റൂമിലത്തെ തണുപ്പും എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ തണുപ്പ് പോകുന്നതെന്ന് വെച്ചാൽ ഇത് ചിൽഡ് വാട്ടറാണ് പാല് തണുപ്പിക്കാൻ പോകുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മളെ AC ഒക്കെ ഉണ്ടല്ലോ, AC ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്. അതിൽ ഔട്ട്ഡോർ യൂണിറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സെക്ഷനാണിത്. ബോയിലർ യൂസ് ചെയ്യുന്നത് നമ്മൾ വാട്ടറിനെ സ്റ്റീമായിട്ട് ഈ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്ററൈസേഷൻ ഉൾപ്പെടെയുള്ള പല പ്രോസസ്സിങ്ങിലും ഉപയോഗിക്കുന്നത്. ഇതിന് എന്ത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്? അതുകൊണ്ടാണ് ഇത് ബ്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഫ്യൂവലാണ്. നമ്മുടെ അറക്കപ്പൊടി ഇല്ലേ, സാമിലെ പൗഡർ പ്രസ് ചെയ്ത് കട്ടയായിട്ട് വരുന്നതാണ്. ഇവിടെ അപ്പുറത്തൊരു ബോയിലുണ്ട്, ഫർണസ് ഓയിലാണ്. ഫർണസ് ഓയിലിന് കോസ്റ്റ് കൂടുന്നതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റീം ഉപയോഗിച്ചാണ് പ്ലാസ്റ്ററൈസേഷൻ്റെ ഒരു ഹെഡ് ഹോട്ട് വാട്ടറും ഒരു ഹെഡ് ചില്ല് വാട്ടറുമാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്ന സ്റ്റീം അവിടെ കൺട്രോൾ വാൽവ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്താണ് ആ ടെമ്പറേച്ചർ. ഇവിടെ ഒരു സെർട്ടൻ ടെമ്പറേച്ചറുണ്ട്, ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചില്ല് വാട്ടർ അവിടുന്ന് റെഫ്രിജറേഷൻ. ഇത് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്, കമ്പനി ചെയ്തു തരുന്നതാണ്. എല്ലാം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫ്യൂവൽ നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, കൊല്ലത്തു നിന്നും വരുന്നത്. നെയ്യിൻ്റെ ഗീയുടെ പ്രോസസ്സിംഗ് ആണ്, അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്യുടെ പാക്കിംഗ് ഒക്കെ നോക്കി ഈ സാധനമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പാക്കിംഗ് സെക്ഷനാണ് അല്ലേ? പാക്കിംഗ് സെക്ഷനാണ്. നമുക്ക് പാല് നമ്മൾ നേരെ മുകളിൽ പ്രോസസ്സിംഗ് സെക്ഷനിൽ 90 ഡിഗ്രി നമ്മൾ ചൂടാക്കും. 20 മിനിറ്റ്സിൽ നമ്മൾ ഹോൾഡിംഗ് ട്യൂബ് ഉണ്ട് മുകളിൽ. അതിനുശേഷം നമ്മൾ 44-45 നമ്മൾ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഒഴിക്കും, കൾച്ചർ ഒഴിക്കും. ആ ഒരു ചെറു ആ ചൂടിലാണ് നമ്മൾ കൾച്ചർ ഒഴിക്കുന്നത്. കാരണം ഈ കൾച്ചർ അതിനെ വളരുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ പാല് പോലുള്ള പരുവത്തിൽ തന്നെ നമ്മൾ ബയ ഗ്രാവിറ്റി ഇതുവഴി നമ്മൾ അങ്ങനെ ഇറക്കിയിട്ട് നമ്മൾ നേരെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് നേരെ ഇൻക്യുബേഷൻ റൂമിലിട്ട് മാറ്റും. 43, 44, 42 ആ റേഞ്ചിലാണ് അതിൻ്റെ ടെമ്പറേച്ചർ. അവിടെ ഒരു 4 to 5 hours നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മൾ കോൾഡ് സ്റ്റോറിലോട്ട് മാറ്റും. കോൾഡ് സ്റ്റോറിൻ്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രി 3 ഡിഗ്രി ബിലോ 4 ആണ്. നമ്മൾ 3 to 4 ആ റേഞ്ചിലായിരിക്കും ഉണ്ടാകുക. ഇത് അടുത്ത ദിവസം നമ്മൾ ഡെസ്പാച്ച് ചെയ്യും. കൂടാതെ മിൽമയുടെ എല്ലാ പ്രോഡക്റ്റും അവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ മിൽമയുടെ എല്ലാ പ്രോഡക്റ്റും. കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷം. അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമാണ് കേട്ടോ. അവർ എല്ലാ പിള്ളേരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നോക്കി ഇത്രയും ഹാപ്പി അവർക്ക് വേറെ ഇടത്ത് കൊണ്ടുപോയാലും കിട്ടുമെന്ന് തോന്നുന്നില്ല.